മണിച്ചിത്രത്താഴിലെ അല്ലി എന്ന കഥാപാത്രത്തിലൂടെ ഏറെ ശ്രദ്ധേയമായ താരമാണ് അശ്വിനി. അതുപോലെ ധ്രുവം എന്ന ചിത്രത്തിൽ ജയറാമിന്റെ കാമുകിയായും ആയുഷ്കാലം, ഹിറ്റ്ലർ തുടങ്ങി നിരവധി മലയാളം, തമിഴ് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച നടി വിവാഹത്തോടെയാണ് സിനിമയിൽ നിന്ന് ഇടവേള എടുത്തത്. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സുഴൽ എന്ന സീരീസിന്റെ 2ാം ഭാഗത്തിലൂടെ വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് താരം. അതോടൊപ്പം മലയാള സിനിമാ സംവിധായകനെതിരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലും അശ്വിനി നമ്പ്യാർ നടത്തിയിരിക്കുന്നു. അശ്വിനിയുടെ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്: ഒരു മലയാള സംവിധായകനിൽ നിന്ന് ഞാൻ നേരിട്ട ദുരനുഭവം ഇത്രയും കാലം എവിടെയും ഷെയർ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചത്. അതിനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയാനാകില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും ശരി. അയാളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, മാപ്പ് നൽകി മറക്കാം. അയാൾ വലിയൊരു സംവിധായകനാണ്. എന്തോ ചർച്ച ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അന്ന് വരെ ഞാൻ എവിടെ പോയാലും അമ്മ ഒപ്പമുണ്ടാകാറുണ്ട്. അമ്മയാണ് എന്റെ ശക്തി. അമ്മ ഒപ്പമുണ്ടെങ്കിൽ 100 ആണുങ്ങൾ ഒപ്പമുള്ളതുപോലെയാണ്. അയൺ ലേഡി എന്ന് പറയുന്നതാകും ശരി. അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ കൂടെ വന്നില്ല. കോസ്റ്റ്യൂം ഇട്ടു നോക്കാനോ മറ്റോ ആണ് സംവിധായകൻ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എനിക്ക് നല്ല സുഖമില്ല, നീ ഹെയർ ഡ്രസ്സർ ആയിരുന്ന സ്ത്രീയെയും കുട്ടി പൊക്കോളൂ എന്ന്. ആ സംവിധായകന്റെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു. ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ സാർ മുകളിലുണ്ട്, അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനാണ് വിളിപ്പിച്ചതെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു. കൂടെ വന്ന ഹെയർ ഡ്രസ്സറായിരുന്ന സ്ത്രീയെ വിളിച്ചപ്പോൾ അവർക്ക് വരാൻ അസൗകര്യമുണ്ടെന്നും എന്നോട് പൊക്കോളൂ എന്നും പറഞ്ഞു. ഞാൻ അന്ന് ടീനേജറാണ്. ഞാൻ കുട്ടിത്തത്തോടെ കളിച്ചു ചിരിച്ചാണ് മുകളിലത്തെ നിലയിൽ സംവിധായകന്റെ മുറിയിലെ അരികിലെത്തിയത്. പക്ഷെ അവിടെയും കണ്ടില്ല. ബെഡ്റൂമിൽ നിന്ന് അകത്തേക്ക് വരൂ എന്ന ശബ്ദം കേട്ടു. ഞാൻ റൂമിലേക്ക് കയറി. ആ സംവിധായകനൊപ്പം നേരത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട്. മലയാളം സിനിമയായിരുന്നു. അറിയുന്ന ആളായതുകൊണ്ടാണ് അകത്തേക്ക് വിളിച്ചപ്പോൾ കയറി ചെന്നത്. ഒരു നിഷ്കളങ്കയായ ടീനേജറായാണ് ഞാൻ ഉള്ളിലേക്ക് പോയത്. അവിടെ വെച്ച് അയാൾ എന്നോട് മോശമായ രീതിയിലാണ് പെരുമാറിയത്. അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ കളിച്ചു ചിരിച്ച് മുകളിലേക്ക് പോയ ഒരു ഞാനായിരുന്നില്ല തിരിച്ചിറങ്ങിയത്. അവിടെ എന്ത് നടന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഇത് എന്റെ തെറ്റാണോ, അയാളാണോ തെറ്റ് ചെയ്തത്, അതോ ഇത് ചെയ്യാൻ അവസരം ഉണ്ടാക്കിയത് ഞാനാണോ എന്നൊക്കെയുള്ള സംശയം പോലും എനിക്ക് തോന്നി. താഴെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. അവർ എന്നെ വീട്ടിലേക്ക് അയച്ചു. വീട്ടിൽ എത്തിയ ശേഷം ഞാൻ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു. ഇത് എങ്ങനെ അമ്മയോട് പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇത്രയും കാലം എൻ്റെ ബോഡിഗാർഡ് പോലെ എന്നെ സംരക്ഷിച്ചത് അമ്മയാണ്. ഒടുവിൽ നടന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ കാരണമാണല്ലോ നിനക്ക് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്മയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി. അമ്മയല്ല, ഞാനാണ് കാരണം എന്ന ചിന്ത മനസ്സിൽ വന്നു. അമ്മയെ ഞാൻ വിഷമിപ്പിച്ചു. ഞാനാണ് ഇതിനെല്ലാം കാരണം എന്ന തോന്നലിൽ മരിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഞാൻ ഉറക്കഗുളിക കഴിച്ചു. ആ സമയത്ത് എനിക്ക് വേറെ എന്ത് ചെയ്യണം എന്നറിയില്ല. അവർ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. അതിനുശേഷം അമ്മ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ തെറ്റല്ല, അത് ആദ്യം മനസ്സിലാക്കൂ എന്ന്. ഇത് നീ കാരണമല്ല, അത് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം. അത് അയാളുടെ തെറ്റാണ്. നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അയാൾ ഒരു യുവാവൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു. അത് എനിക്കൊരു പാഠമായിരുന്നു. അമ്മയുടെ വാക്കുകൾ എനിക്ക് ശക്തി പകർന്നു. ആ സംഭവം എന്നെ കൂടുതൽ കരുത്തയാക്കി. ഞാൻ വീണ്ടും ഷൂട്ടിങ്ങിന് പോയി തുടങ്ങി. പിന്നീട് ഞാൻ അമ്മയെ കൂട്ടാതെയാണ് പോയത്. കാരണം എല്ലാം നേരിടാൻ ഞാൻ മതി, എനിക്ക് ധൈര്യമുണ്ട് എന്ന് ഞാൻ തീരുമാനിച്ചു. ആ സംഭവത്തിന് ശേഷമാണ് എനിക്ക് ധൈര്യമുണ്ടായത്. അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവിനെക്കുറിച്ചും അശ്വിനി മനസ്സ് തുറന്നു. എന്നെങ്കിലും സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അഭിനയം എൻ്റെ പാഷനാണ്, പ്രൊഫഷനല്ല. മകൾ കോളേജിലായി. ഇപ്പോഴാണ് കറക്റ്റ് സമയം. വിവാഹത്തിന് ശേഷം അഭിനയിക്കില്ല എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ സിംഗപ്പൂരിലായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ട് ചെന്നൈയിൽ വന്ന് സിനിമ ചെയ്യുക എളുപ്പമല്ല. അവിടെ പോയതിനു ശേഷം ഞാൻ ഇംഗ്ലീഷിൽ മാസ്റ്റേഴ്സ് ചെയ്തു. അവിടെ ഒരു കോളേജിൽ 13 വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്നു. ഇത്രയും നാൾ ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കിക്കഴിഞ്ഞു. ഇനി എൻ്റെ പാഷൻ പിന്തുടരാം. അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് തിരിച്ചു വന്നത്.